ഒരുവിധം രീതിക്കുള്ള തണുപ്പെല്ലാം എൻ്റെ ഈ ഒരു ടീഷർട്ട് നോക്കിക്കോളും. ബാക്കിയുള്ളത് ഞാൻ അനുഭവിച്ചാൽ മതി. ഈ ഇടയ്ക്ക് സ്റ്റോറി ഇടലുണ്ടല്ലോ, ആരുമില്ലെങ്കിലും നമ്മള് ചാടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചാടണം ശരിയാണ്, പക്ഷെ ഞാൻ ചാട് വെച്ച് പൊട്ടണ ഇവിടെ നിൽക്കാറിയുമ്പോ ശരിയാവില്ലല്ലോ. എനിക്ക് ചടക്കുമല്ലോ, ഞാൻ നിന്നരാറിനല്ലോ. ഇത് ഇന്നരാന്ന് പറഞ്ഞാണ്. പിന്നെ വെള്ളം കെട്ടിയെടുക്കണ വെള്ളം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഏർലി മോർണിംഗ് എണീക്കണേ. ഞാൻ സമയം കാണിച്ചു തരാം. ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര നേരത്തെ എണീറ്റ് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ 3:55 കേട്ടോ. ഇത്ര നേരത്തെ എണീറ്റ് നമ്മൾ പോകണേ ഒരു നൈസ് സ്പോട്ടിലോട്ടാണ്. ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എണീറ്റ് പോവുകയാണ് ഈ നേരത്ത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എണീക്കൽ എന്ന് പറയുമ്പോൾ കുറേ നാളായി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ ഒരു പഴയ എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യമൊക്കെ എന്ന് പറയുമ്പം ഫ്രീ എപ്പം ഉണ്ടായാലും അപ്പം എങ്ങോട്ടെങ്കിലും കുറ്റം പറിച്ച് പോകും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഇനി. പക്ഷേ ഈടായിട്ട് അങ്ങനെയുള്ള ഒരേ മൂഡ് സംഭവമില്ല. ചുമ്മാ കിടന്നുറങ്ങുക വീട്ടിൽ, അങ്ങനെ ഒരു സംഭവത്തിലോട്ട് മാറി വരുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് എന്താ പറയുക, ഇങ്ങനെ ഒരു സൺറൈസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മൾ റമീസ് ഉണ്ട്, നമ്മുടെ ഹോണ്ട സിവിക്ക് കാറുണ്ടല്ലോ പരിചയപ്പെടുത്തി, അതിൻ്റെ ഓണർ. ഓനിങ്ങനെ കുറേ ആയിട്ട് പറഞ്ഞിനി നമുക്ക് എവിടേക്കേലും പോകണം, ഫ്രീ ആകുമ്പോൾ പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ പരിപാടിയായിട്ട് പോകുമ്പോൾ അങ്ങനെ പോകാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെന്തായാലും നമ്മൾ രണ്ടാളും ഇറങ്ങുവാണ്. അപ്പോൾ ഓനിത് ഇപ്പോൾ ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ 2 പേരും ഒരുമിച്ച് പോവാണ്. അപ്പം ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് ഒരു ചെറിയ മോർണിംഗ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, സൺറൈസ് കാണാൻ വേണ്ടി കാര്യമായിട്ട്. അപ്പോൾ പോണ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പൊൻകുന്ന് ഹിൽസാണ്. നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 90% അടിപൊളി റോഡാണ്, നല്ല വൃത്തിയുള്ള റോഡ്. ഇവിടെ നിന്ന് ആ ഒരു കാലിക്കറ്റ് സൈഡ് ആ ഒരു സൈഡിലോട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റേഴ്സാണ് അങ്ങോട്ട് ജേണിയുള്ളത്. അപ്പോൾ നൈസായിരിക്കും ലൊക്കേഷൻ. ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയാണ്. കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്നാലും ഡിസംബറാണ്, തണുപ്പുണ്ടാവും, കോട ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന സമയത്തൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഫ്യൂവൽ അടിച്ചിട്ടില്ല കേട്ടോ. ഫ്യൂവൽ അടിക്കണം. ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പെട്രോൾ പമ്പ് നോക്കിയപ്പോൾ ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് അടുത്ത പെട്രോൾ പമ്പ് ഫൈൻഡ് ചെയ്യണം ഗൈസ്. പെട്രോൾ വളരെ ലോ ആണ്. ഈ ഒരു പെട്രോളും വെച്ച് കൂടുതൽ ഓടാൻ പാടില്ല. മുന്നിൽ ഇതേ നമ്മുടെ എന്താ പറയുക റമീസ് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. V3 കൊണ്ട് അടിച്ച് മിന്നി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടോ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് സ്ലോ ആക്കിയാണ്. അതിരാവിലെ തന്നെ ആയതുകൊണ്ട് റോഡെല്ലാം ദേ വളരെ വിശാലമായി കിടക്കുവാണ്. അപ്പോൾ നമ്മളിതേ പൊൻകുന്ന് ഹിൽസിലോട്ട് പോവാണ്. ഇതേ റമീസ്, അയ്യോ. അപ്പോൾ നമ്മളിതേ പൊൻകുന്ന് ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ലൊക്കേഷൻ്റെ അടുത്തെത്തുന്ന സമയത്ത് കാണാം ഗൈസ്. എനിക്കൊന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ മസ്റ്റാണ്. പെട്രോൾ വെരി വെരി ലോ ആണ് ഗൈസ്. ട്രിപ്പ് എഫ് ആയ ശേഷം ഇത് ഏകദേശം 10 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. സോ വി വിൽ ഫൈൻഡ്. അടിക്കുക. ഞാൻ അവിടെ ഒരു സൈഡാക്കിയില്ലേ ആ ഇന്ത്യൻ ഓയിൽ കണ്ടു വന്നേനി. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് മുമ്പൊക്കെ ഏർലി മോർണിംഗ് വന്നപ്പോൾ വളരെ കുറവായിരുന്നു വണ്ടികൾ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ലോറികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ തന്നെ നല്ല രീതിക്ക് ലോറികളുണ്ട്. ഞാനിങ്ങനെ മേളിലോട്ട് വലിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ 2 ദിവസം കിടപ്പിലൊക്കെ എനിക്ക് ജലദോഷം പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മൊത്തത്തിൽ വിട്ടിട്ടില്ല. അതിന് മുമ്പ് ഇറങ്ങിയാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നമൊന്നും കാര്യമാക്കണ്ട, അതെനിക്ക് പറയാനുള്ളൂ. ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ അതിരാവിലെ ഒന്നും പറഞ്ഞ് വണ്ടി കൊണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. ഹെൽമെറ്റിൻ്റെ വ്യൂ എത്രത്തോളം പ്രോപ്പറാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വൃത്തിയാണെന്ന് വിചാരിക്കുന്നു. എന്ത് രസാലേ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതുപോലെ സ്പീഡ് പോകാൻ, ചീറിപ്പാഞ്ഞ് പോകാൻ വെരി വെരി ബെറ്റർ ആയിട്ടുള്ള ടൈം ഏർലി മോർണിംഗ് ആണ് എന്ന് ഞാൻ പറയുന്നു. എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം? ഏർലി മോർണിംഗ് മീൻസ് ഇതുപോലെ നട്ടപ്പാതിര എന്ന് വേണമെങ്കിൽ പറയാം. പുലർച്ചെ 2, 3, 4 സമയങ്ങളിൽ വളരെ കുറവാണ് വണ്ടികൾ.
അവൻ സൈഡാക്കുന്നുണ്ട്, ഞാനും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിതേ ഹൈലൈറ്റ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഏർലി മോർണിംഗത്തെ ഈ ഒരു എന്താ പറയുക റോഡിൻ്റെ ഒരു ഭംഗിയും അതുപോലെ എന്താ പറയുക മൊത്തത്തിൽ തണുപ്പുള്ള ഒരു ആംബിയൻസും. എനിക്ക് ഒരുവിധം രീതിക്കുള്ള തണുപ്പെല്ലാം എൻ്റെ ഈ ഒരു ടീഷർട്ട് നോക്കിക്കോളും, പിടിച്ചു നിന്നോളും. ബാക്കിയുള്ളത് ഞാൻ അനുഭവിച്ചാൽ മതി. എനിക്കങ്ങനെ ഒരു എന്താ പറയുക തണുത്ത് വിറക്കുന്ന ഫീലൊന്നുമില്ല ഞാൻ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. നമ്മളെ പയ്യൻ പോകുന്ന നോക്കിക്കേ വ്ളോഗ് എടുത്തോണ്ട്. യോ പൊൻകുന്ന് ഹിൽസിൻ്റെ എൻട്രി പോയിന്റ് എത്തിട്ടോ. ഇത് കണ്ടോ ട്രക്കിംഗ് എൻട്രി. ഇവിടെ നിന്ന് 20 റുപ്പീസിന് എൻട്രി എടുത്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഊരി എൻ്റെ ബാഗിലിട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഹെൽമെറ്റ് ഇവിടെ വെച്ച് പോകാൻ പേടി. നമ്മളെ റൈഡക്സിൻ്റെ പുതിയതാണ്. നമ്മളെ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് അല്ലേ? ഫ്രീ അല്ലേ പാർക്കിങ്ങിനോ? എൻട്രി ഫ്രീ ആണ്, പാർക്കിംഗ് ഫ്രീ ആണ്. നൈസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 2 വണ്ടി നിർത്താനുള്ള സ്പോട്ട് കിട്ടീന്. അപ്പോൾ വണ്ടിയെല്ലാം ഇവിടെ വെച്ച് നമ്മളിങ്ങനെ പോവാണ്. ലൈറ്റ് വേണം. എത്ര കിലോമീറ്റർ ഉണ്ട്? 920 കിലോമീറ്റർ. അതിലെ കയറി പോയിട്ട് മേലെ ഒരു ഗേറ്റ് ഉണ്ടാകും, സൈഡിൽ കൂടെ പോകാം കേട്ടോ. അങ്ങനെ അങ്കിള് നമുക്ക് വഴി അറിഞ്ഞു തന്നു. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ അല്ലേ? നമ്മളിവിടെ ബൈക്ക് നിർത്തി നടന്നു പോവാണെങ്കിൽ കുറച്ചുള്ളൂ. പക്ഷെ അതിൽ വേറെ ഏതൊക്കെ 2 കിലോമീറ്റർ അപ്പുറം പോയിട്ടൊരു വഴി ഉണ്ടല്ലോ. അതിൽ പോകണേ എത്ര കിലോമീറ്റർ ആണ്? അങ്ങോട്ട് പോകാൻ 2 കിലോമീറ്റർ ആണ്. അതിനായിട്ട് സേഫ് വിടണം. ഇവിടെ ആകുമ്പോൾ വണ്ടി ഒരാൾ നോക്കിക്കോളും. അങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ പോവാണ് ട്രക്കിങ്. ഇങ്ങോട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. സൺറൈസ് എന്താ പറയുക വെളിച്ചം വെച്ചാണ്, പക്ഷെ സണ്ണിനെ കണ്ടു തുടങ്ങിയിട്ടില്ല. അതാണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ ഗൈസ്. ഭയങ്കരമായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. വിൻഡ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. വോയിസിൻ്റെ ക്വാളിറ്റി എന്താ പാടെന്ന് അറിയില്ല. നോക്കി ആളുകളൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ? നമുക്ക് കുറച്ച് സമയം ഇവിടെ എന്നിട്ടൊന്ന് റിലാക്സ് ആയിട്ട് അടുത്ത് പോവാം. ഗൈസ്, അപ്പം നമ്മളിവിടെ സൺറൈസും കാത്തിരിക്കുന്നു. ഇപ്പോൾ അവിടെ ലൈറ്റ് കാണില്ലേ? അവിടെ അങ്ങനെ സൺറൈസ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു സൂര്യനെ കാണാൻ. ഇവിടെയുള്ള മലനിരകളുടെ ഷേപ്പൊക്കെ ഇല്ലേ, ഓരോന്നോരോന്നോരോന്ന് അടുക്കടുക്കി വെച്ച പോലെ. എന്തായാലും ഇത് വഴി വേറൊരു വഴി ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയല്ലാണ്ട് ഇതിലൊരു വഴിയുണ്ട്. ഇവന്മാരൊക്കെ അതിൽ കയറി വരുന്നവരാണ്. കണ്ടോ, പച്ചപ്പൊക്കെ കുറവാട്ടോ. ഇവിടെ ഒരു പച്ചപ്പ് ഫീൽ കുറവാണ്. ഒരു ഉണങ്ങിയ പോലെ ഉണ്ട്. അങ്ങനെ അതെ ചെറിയൊരു പോർഷൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സൂര്യൻ്റെ ചെറിയൊരു ഭാഗം കണ്ടു തുടങ്ങി. ഇനി അത് ക്ലിയറായി വരണം. എങ്ങനെ ഉണ്ടാവും? ഗൈസ്, അങ്ങനെ സൂര്യൻ അത്യാവശ്യം ഉദിച്ചു വന്നിട്ടുണ്ട്. ഇത് വാവ്, നല്ല രസമുണ്ട് കേട്ടോ. ഇതിലെ ആളുകളെല്ലാം കയറി വരുന്നുണ്ട്. ഫാമിലിയാണ്. വാവ്.
ഒരു സൈഡിലായിരുന്നു ഇതുവരെ. ഞാൻ കാണിച്ചു തരാം. ആ സൂം ചെയ്ത് ആ ഒരു പോഷൻ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ഒരു ടോപ്പ് പോഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇന്നൊരു സൺഡേ കേട്ടോ. സൺഡേ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയാണ്. പച്ചപ്പൊക്കെ പോയിട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ. വെയിലുള്ളൊരു സമയമായത് കൊണ്ടാണോ മഴ ഇല്ലാത്തത് കൊണ്ടാണോ അറിയില്ല, പച്ചപ്പൊക്കെ പോയിന്. പുല്ലിൻ്റെ ഒരു പച്ചപ്പ് ഫീല് പോയിന്. ഒരു ഡാർക്ക് കളറായിരുന്നു, കരിഞ്ഞ കളറായിരുന്നു പുല്ലെല്ലാം, ഉണങ്ങിയ കളർ. അത് കറണ്ടിൻ്റെ അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കോ. കുറെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലോ. ഇത് ടവറിന്ന് തീപ്പൊരി പാറുന്ന ശബ്ദം. ഷോക്കിൻ്റെ വല്ലതും ആണോന്നറിയില്ല. പോകുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നു. ഗൈസ്, അങ്ങനെ നമ്മളിതേ ഇവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ച് ജസ്റ്റ് ഇങ്ങനെ സൺസെറ്റ് അല്ല സൺറൈസും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കിക്കേ, വാവ്, അമേസിങ്. ഇതേ ഞാൻ പറയണായിട്ട് ഇരിക്കുക. ആണ് മോനെ, ഈ ആള് ശരി ചേച്ചി ഭയങ്കര ഊക്കലാണ്. നല്ല ഊക്കുണ്ട് എനിക്ക് കിട്ടണ്ടോ. അതൊക്കെ ഞാൻ പറയും, ഞാൻ എനിക്ക് തോന്നിയൊക്കെ വിളിച്ചാറ്. ഇതാണ് നമ്മളെ ചെക്കന്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. വാട്ട് ഈസ് യുവർ നെയിം? ബാക്കി പറ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? യു ഹാവ് എ യൂട്യൂബ് ചാനൽ? ഷോ മീ. നോട്ടെ, യൂട്യൂബ് ചാനൽ നോക്കട്ടെ. ഇതാണ് നമ്മളെ ചെക്കന്. ടെന്റിന്റെ ഉള്ളിലെത്താ ഒരു തേങ്ങയില്ല. നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ഒന്നും കൊണ്ടുവന്നില്ല, ജസ്റ്റ് വിഷ്വൽ എടുക്കാന്ന് വിചാരിച്ചിട്ട്. എന്താണ് ടെന്റും ബാഗിലിട്ട് പോകുന്നത്. ഐസ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള വീഡിയോ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെയാണ്. നമ്മളെ എന്താ പറയുക, റമീസ് ഇതേ ഫോട്ടോ അടിക്കുന്നു, സിംഗിളായിട്ട് ഫോട്ടോ അടിക്കുന്നു. ഞാനിതേ ഇവിടെ നിൽക്കുന്നു, ഫോട്ടോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു പോകുന്നു. ടെൻറ്റിൻ്റെ ഫോട്ടോ വീഡിയോ സംഭവമൊക്കെ എല്ലാം എടുക്കാളൊക്കെ എടുത്തില്ലേ, ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? പരക്കന ഫോട്ടോ അടിയനി. നല്ല രസമുണ്ട് ഒരു വൈബ്. പക്ഷെ ഇപ്പം ചൂടായി തുടങ്ങിയില്ലേ, ഇപ്പോൾ ഭയങ്കര വെയിലായപ്പോൾ എന്താവുണ്ട്, വിയർക്കുണ്ട്. നമ്മളൊന്നാമത് ഞാൻ RCയിൽ ഏർലി മോർണിംഗ് വരുമ്പോൾ അത്യാവശ്യം സ്പീഡല്ലേ വരും. അപ്പോൾ ഞാൻ നല്ല തണുപ്പല്ല ഇപ്പോൾ ആ ഒരു സമയത്ത് പൊലിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര ചൂടെടുക്കാം, പെട്ടെന്ന് ചൂടെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്ന് ഇപ്പം എവിടെ ഉള്ളത് പറയ്. എവിടെ സ്ഥലം എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ പാലം കണ്ട് ഈ തോണിൻ്റെയും ഈ ഒരു പെരൻ്റെയും, അതായത് ഏറുമാട് എന്താ പറയുന്നതിന്, ഈ ഒരു സംഭവത്തിൻ്റെ ഒക്കെ ഇത് മീൻ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ വലയ്ക്കകത്ത് എങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കൊച്ചിയിലൊക്കെ കാണൂലേ, അതുപോലെയുള്ള സെറ്റപ്പ് കണ്ടപ്പോൾ ചുമ്മാ അങ്ങനെ ഇറങ്ങി. നമ്മളിതേ കടവത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ സംഭവമുണ്ട്, കാണിച്ചു തരാം. മീനിൻ്റെ അല്ല, ഈ എരുന്തിൻ്റെ കടുക്കൻ്റെ ഒക്കെ തോടുണ്ടല്ലോ, അതിവിടെ ഒരുപാടുണ്ട്. നമ്മൾ കുളിക്കാൻ വിചാരിച്ചിങ്ങനെ വന്നേനില്ലേ. ഇവിടെ കല്ലിട്ടു ഇവിടേക്കല്ല, പക്ഷെ നമ്മൾ കുളിക്കാനുള്ളൊരു സെറ്റപ്പ് തിരഞ്ഞിങ്ങനെ വന്നേനി. ഇവിടെ PVS പുഴമീൻ കച്ചവടം, PVS ഇതുണ്ടാ കള്ളേ. അത് ജസ്റ്റ് എഴുതി വെച്ചാണ്. ഇതല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ ഹാർബർ പോലുള്ള ഈ വീടാണ് ഈ സംഭവം. ഈ വീട് ചുറ്റും വെള്ളം, ചാൻസ്. പക്ഷെ ഈ സംഭവം എന്താ വെച്ചാല് നമ്മളെ ഹാർബർ ഉണ്ടല്ലോ, മനസ്സിലായില്ല, നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിച്ച് ഹാർബറിൽ കൊണ്ടുവരും. അതേമാതിരി പുഴന്ന് മീൻ പിടിച്ചാണ്ട് അത് സെറ്റപ്പിൻ്റെ പരിപാടി, അതിൻ്റെ സെറ്റപ്പാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ തോണിക്ക് ഇറങ്ങാൻ പറ്റുമോ കേട്ടോ, ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അവർ മീൻ പിടിക്കുകയാണ്. ഗൈസ്, ഇത് നിലത്ത് തട്ടുണ്ടോ, അതുകൊണ്ട് വലിയ സീനില്ല. ഇല്ല, ഞാനിങ്ങനെ തോണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അല്ലോ ഇളകുണ്ട്. അങ്ങനെ ഞാൻ ഈ തോണിയിൽ ആരെയും കണ്ടാൽ ചീത്ത വെക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. സംഭവം നമ്മൾ ചുമ്മാ ഈ ഒരു റോഡ് കാണിച്ചു കൊടുക്കുക. ആ റോട്ടിൽ കൂടെ ഇങ്ങനെ വന്നപ്പം ഈ തോണിയൊക്കെ ഞാൻ കണ്ട്. ഞാൻ ജസ്റ്റ് ബൈക്കുമ്പോൾ നിന്ന് ഓടിച്ചപ്പോൾ അപ്പോൾ തോണിയെല്ലാം കണ്ടപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇനി എന്തേ പറയാണ്ടെങ്കിൽ 2 ഓണം അടിക്കണം.
അപ്പോൾ ഞാൻ 2 തവണ അടിച്ച്. അപ്പോൾ 2 തവണ അടിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വെച്ച്. അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി നമ്മളിങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ സ്മെല്ലൊക്കെ കുറച്ച് ബാഡല്ലേ? സ്മെല്ലോ? ആ ശരി, മീനിൻ്റെ അല്ലേ? മീനിൻ്റെ എനിക്കൊരു സ്മെല്ലുണ്ട്. സ്മെല്ല് കുറച്ച് ബാഡാണെങ്കിലും നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. മെയിനായിട്ട് ആ ഒരു വീട്, അതിൻ്റെ ഒക്കെ ആ ഒരു വ്യൂ നമ്മൾ ആ ഒരു പാലത്തിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചുമ്മാ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോകാമല്ലേ? അതെ. മറ്റേ ടൈപ്പ് ഞാൻ ഇതിന് പിക്കടിക്കാനി. അപ്പോൾ ആ മീനിൻ്റെ ഷോപ്പിൻ്റെ ഓണർമാരുതാണ് തോന്നുന്നുണ്ട് ഈ ഒരു തോണി. സോ ഓര് നമ്മളോട് എന്താ പറഞ്ഞു, നീറ്റ് പോടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിന്ന് ഇറങ്ങി. ഇതാണ് നമ്മളെ ലഗേജ് സംഭവമൊക്കെ. മെല്ലെ വിട്ടാലോ? അവൻ്റെ ഫോട്ടോ എടുക്കണോ? അയാൾ ചൂടാവൂലേ? നീ ഇറങ്ങി കണ്ടാൽ ചൂടാവും. ഏതാ തുണിയിട്ട ആളാണ്? രണ്ടും. ഫസ്റ്റ് തുണിയിട്ട ആൾ കണ്ട് അത് മറ്റേനോട് പറഞ്ഞ്, മറ്റതും ഇതും രണ്ടും കൂടി ചൂടായി. അതിന് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന്, അതിൽ പിന്നെയും ചൂടായി. പിന്നെ ഇനി ശരിയാവും വെച്ചിട്ട് കൊടുക്കാൻ പോണേ. എവിടേക്കലും എന്താ ഇന്നത്തെ പരിപാടി? അടുത്ത പരിപാടി എന്താ? ഈ അല്ലേ പ്ലാൻ ചെയ്യണേ? ഞാൻ എന്ത് പ്ലാന്? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അത്യാവശ്യം നമ്മൾ വിയർത്ത് ആ ഒരു വൈബായി. അപ്പോൾ കുളിക്കാൻ നല്ല മൂഡ്. അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചായ കുടിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ നല്ല നീന്താൻ പറ്റിയ കുളിക്കാൻ പറ്റിയ സ്ഥലമല്ലേ. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അമ്പലത്തിൻ്റെ ഒരു കുളം കിട്ടിയിരുന്നില്ലേ? അപ്പോൾ അവിടേക്ക് ലൊക്കേഷൻ ഇട്ട് പോകണ വയ്ക്കണം നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? കോഴിക്കോട് പോണി. ചിലപ്പോൾ ഹൈലൈറ്റിലോ അല്ലെങ്കിൽ ടൗണിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കറങ്ങണേ. അത് കഴിഞ്ഞിട്ടോ പറഞ്ഞോ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങി. നമ്മള് പൊൻകുന്ന് മാത്രം വിചാരിച്ച് ഇറങ്ങിയനി. പക്ഷെ ഇങ്ങനെ പ്ലാനുകൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പൊ ഇനി വൈകുന്നേരം ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതാ പടം? പേര് പറഞ്ഞത് എന്തായാലും നെവിൻ പോളിന്റെ പടമാണ്. അടിപൊളി പടമാണ്, ഫീൽ ഗുഡ് പടമാണ്. അപ്പം ഫാമിലി മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര കോമഡിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഓവർ എക്സ്പെക്ട് ചെയ്യാണ്ട് ജസ്റ്റ് പോയി കണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു രീതിക്ക് ഉണ്ടാവും. എന്താ പേരെന്തേനി? സർവമായാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിന് 4:45 അവിടെ ബുക്ക് ചെയ്തിന്. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇവിടെ അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക. അതാണ് നമ്മളെ പ്ലാൻ അല്ലേ? നമ്മളെ RC അതോ കിടക്കണം. അവൻ്റെ V3 വണ്ടി നൈസാട്ടോ. അവൻ്റെ ആയാലും എൻ്റെ ആയാലും അവൻ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ സ്റ്റോക്കാണ്. ഒരു ടെയിൽ ടൈഡിയും അങ്ങനെയുള്ള സംഭവം മാത്രമേ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അണ്ടർബെല്ലി മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ടെയിൽ ടൈഡ് വരെ അവൻ മാറ്റിയിട്ടില്ല. അവന് ആ ഒരു ടൈപ്പ് മൂഡാണ്. വാവ്, നമ്മൾ ഓൾമോസ്റ്റ് എവിടെ എത്തി? ഇളനീർ ഷേക്ക് ഉണ്ടോ ചോട്ടോ? എനിക്ക് ഇളനീർ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷേക്ക് കുടിക്കണോ? ഇളനീർ ഷേക്ക് കുടിക്കണോ? ഇളനീർ ഷേക്ക് കുടിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ കുടിച്ചിട്ട് അടിപൊളിയാണ്. എനിക്കെല്ലാം ഇഷ്ടമായി. വാവ്, ഇതന്നെയാണല്ലോ കുളവും. ഇതല്ലേ അയ്യ മുന്നിലതാ കുളം, റൗണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആഹാ, നൈസ്. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച കുളം. എനിക്ക് ഇങ്ങനത്തെ ഒരു കുളം ഭയങ്കര ആഗ്രഹം. ചോദിക്കേണ്ടി വരുമോ? മെല്ലെ കുളിച്ചു പോയാൽ മതി, മെല്ലെ കയറിയാൽ മതി. ആയിക്കോട്ടെ, പോവാ. നിങ്ങളിവിടെ അടുത്തന്നെ? എന്നാ ശരി. വണ്ടി വരുന്ന സ്ഥലം അല്ലേ? അങ്ങോട്ടെടുത്തോ. നല്ല സ്ഥലല്ലേ? ഞാൻ വിചാരിച്ച ഒരു ആംബിയൻസ് ആണ് ഇത്. മീനാളൊക്കെ ഉണ്ടോ ലാലി?
എനിക്കുണ്ട്. എനിക്കില്ല. ഇതെന്താ ഡൗട്ടിലാണല്ലോ. ഇഷ്ടപ്പെട്ടില്ല പറയട്ടോ. സ്കിപ്പ് അടിച്ച് പോവാ. അതാണ് സ്കിപ്പ് അടിച്ച് പോവാ. ഇഷ്ടപ്പെട്ടില്ല പറ. അല്ല ഓക്കെ അല്ലേ? എന്താണ് അവസ്ഥ? എന്താണ് സമയം പിന്നെ പെട്ടെന്ന് പോയില്ലേ? പറയണീ പോത്ത്. ഇജ്ജ് പറഞ്ഞോ? ആയിക്കോട്ടെ. ഗൈസ് അങ്ങനെ നമ്മളെന്ത് ചെയ്ത് നേരെ പരക്കം വാങ്ങി നിന്ന് ഹൈലൈറ്റ് കയറി. ഫുള്ള് ബാഗും സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ തെണ്ടേന് ഇതില്ലേ. എന്താ വരേണ്ടി ഒരു കൊടുത്താൻ കിട്ടണില്ല. എന്നിട്ട് എന്താണ് എന്നിട്ട് നമ്മള് കുളത്ത് പോയ വേറെ കോമഡി. ഇവൻ ചാടുന്നില്ല. അവൻക്ക് ചാടാൻ പറ്റില്ല പറഞ്ഞി. അവൻ കളിക്കാതെ കളിച്ചാണ് ഫുട്ബോൾ കുറേ കാലത്തിന് ശേഷം. എത്ര 1.5 കൊല്ലത്തിന് ശേഷം പറയും. എത്ര 1 കൊല്ലോ 1.5 കൊല്ലോ? 1 കൊല്ലത്തിന് ശേഷം അവന് ഫുട്ബോൾ കളിച്ച് ആകെ ബോഡി വീക്കാണ്, കയ്യും കാലൊക്കെ വീക്കാണെന്ന് പറഞ്ഞാണ്ട് ഓൻ ചാടിയില്ല. അപ്പൊ പിന്നെ എനിക്കും പോയി. ഓർക്ക് പിന്നെ മൂഡ് പോയി. ഈ അടുക്ക് സ്റ്റോറി ഇടലുണ്ടല്ലോ, ആരുമില്ലെങ്കിലും നമ്മള് ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചാടണം ശരിയാണ്. പക്ഷെ ഞാൻ ചാട് വെച്ച് പൊട്ടണ ഇവിടെ നിൽക്കാറിയുമ്പോ ശരിയാവില്ലല്ലോ. എനിക്ക് ചടക്കുമല്ലോ. ഞാൻ നിന്നരാറിനല്ലോ. ഇത് നിന്നരാന്ന് പറഞ്ഞാണ്. പിന്നെ വെള്ളം കെട്ടിയെടുക്കണ വെള്ളം ഒക്കെ കണ്ടപ്പോ മൂടായി. നമ്മള് തിരിച്ചു പോന്ന് അമ്പലമാണ്, ചുറ്റും വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് തിരിച്ചു പോകുന്ന എവിടെ എത്തി? ഷെയ്ക്കൊക്കെ കുടിച്ച് നേരെ ഹൈലൈറ്റ് വന്ന് ഇപ്പത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിക്കാണ്. ഇതൊക്കെ ബെൻഡാണ്ടോ ഫുഡ്? എനിക്കറിയില്ല, ഞാൻ ഒന്നും പറയില്ല, അഭിപ്രായങ്ങളൊന്നും പറയില്ല. ഞാന് മറ്റേ ക്ലച്ച് പോവാറുണ്ട്. ക്ലച്ച് തന്നെയല്ല അതിന്റെ പേര്, ക്ലച്ച് പോവാറുണ്ട്. പക്ഷെ സമയം നോക്കിയപ്പോ അവിടെ എത്തി. ഇങ്ങോട്ട് എത്താൻ നല്ല സമയം എടുക്കും. അപ്പൊ നമുക്ക് പടത്തിന് പോകാൻ കഴിയും തോന്നുന്നില്ല. 4:45 പടം ഉണ്ട്. നമ്മളിവിടുന്ന് ക്ലച്ച് പോയി കഴിച്ച് തിയേറ്റർ എത്തുമ്പോഴേക്കും സമയം എടുക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം കാരണം നമ്മളെന്ത് ചെയ്ത് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഇന്നത്തെ വ്ളോഗ് അന്ന് സിനിമന്റെ ബാക്കി ഉണ്ടാവും ഇതില്? സിനിമ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിന്ന് അതിൻ്റെ ചെയ്യാം. അപ്പൊ മൂവിന്റെ റിവ്യൂ അറിയണ്ടേ? മൂവിന്റെ റിവ്യൂ ആണ് ഞാൻ വരെ പോയിട്ട് പറഞ്ഞോണ്ട്. മൂവി അടിപൊളി മൂവിയാണ്. അതിന്റെ ജസീൽ പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. ജസീൽ പറഞ്ഞാല് മൂവിന്റെ ആശാനാണ്. അപ്പൊ അതുകൊണ്ട് ഓനിന്നോട് പറഞ്ഞാണ് വലിയ പ്രതീക്ഷ കൊടുത്ത് പോകുന്നു വേണ്ട, ഭയങ്കര എന്താ പറയാ ഫൈറ്റ് അങ്ങനൊന്നുമല്ല. പക്ഷേ ഫൈറ്റേ ഇല്ല എന്നാണ് ഓൻ പറഞ്ഞത് ഈ മൂവിയിൽ. ഈ മൂവി എന്ന് പറയുമ്പോൾ ഷസാം പറഞ്ഞാൽ ക്രിസ്മസിന് നമുക്കൊരു ഗിഫ്റ്റ്, അതാണ് ഈ മൂവി. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല ഇത് പറഞ്ഞ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഫുഡ് കാണിക്കില്ല, മൂവി അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പോൾ ജസ്റ്റ് പോയി കാണാൻ ശ്രമിക്കാം, അതേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇത് കഴിക്കണ്, നേരെ നിസ്കരിക്കണ് അല്ലേ, മേലെ പോയിട്ട് ഇൻഷാ അല്ലാ അത് കഴിക്കണ്, നിസ്കരിക്കണ്, നേരെ മൂവിക്ക് പോകണ കഴിഞ്ഞ് നേരെ നാട്ടിൽ പോണ്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ചൈനപ്പ് വേണ്ടി പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. ബൈ റമീസേ. ബൈ 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 ബൈ. പിന്നെ കാണാം.